അപ്പം ഹലോ എൻ്റെ ക്യൂട്ടീസ്, ഇന്ന് ഞാൻ പിൻട്രസ്റ്റും ക്യാൻവയും വെച്ച് നമ്മൾ ഈസി ആയിട്ട് തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ പോയി നിങ്ങൾക്ക് എന്തായാലും ക്യൂട്ടാണോ എസ്തെറ്റിക് ആണോ ഏതാണെന്നുള്ള പിക്ചറുകൾ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറിയാലോ, 3 ഡോട്ടിൽ മുകളിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ഇമേജിലോട്ട് നമ്മുടെ ഗാലറിയിൽ പോയി കിടക്കും. എന്നെപ്പോലെ ചിലപ്പം ലേസി ആയിട്ട് തമ്പനെയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള ഈസി ട്രിക്കാണ് ഞാൻ പറയണേ. അപ്പം നമ്മൾ ഇഷ്ടമുള്ള ക്യൂട്ട് വാൾപേപ്പർ, എസ്തെറ്റിക് വാൾപേപ്പർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം പിൻട്രസ്റ്റിൽ നിന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ അത് നിങ്ങൾ ചോയ്സ് ചെയ്ത് നിങ്ങൾക്ക് ഇച്ചിരി സ്ക്രോൾ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പിൻട്രസ്റ്റിനകത്ത് എഡിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോഴേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്പം ഞാൻ ചിലപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, ലാസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും തമ്പനയിൽ എല്ലാവരും പറയും തമ്പനയിൽ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്യും. പക്ഷേ എന്നെപ്പോലെ ചിലപ്പം എഡിറ്റിംഗ് അത്ര അറിയാമല്ലോ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ലേസി ആയിട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ട്രിക്കാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ആക്കിയ ശേഷം ഇനി ക്യാൻവേ പോവാണ്. ക്യാൻവ ആപ്പിനകത്ത് ചെന്നതിന് ശേഷം നമ്മൾ അതിനകത്ത് നമ്മുടെ യൂട്യൂബ് തമ്പനയിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പം ഇഷ്ടംപോലെ ഓൾറെഡി ആൾക്കാർ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഷ്ടംപോലെ തമ്പനയിൽ, അത് എസ്തെറ്റിക് ആയാലും ക്യൂട്ടായാലും ഇഷ്ടംപോലെ. അതിനകത്ത് ഈ ക്രൗൺ പോലെ ചിഹ്നം കാണിക്കുന്നില്ല താഴെ, അത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത് പേ ചെയ്യേണ്ടത്, പൈസ പേ ചെയ്തെങ്കിൽ അത് കിട്ടത്തുള്ളൂ. അല്ലാതെ ഉള്ളത് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് ഇപ്പം വേറൊരാൾ എഡിറ്റ് ചെയ്യുമ്പോൾ അവരുടെ സാധനങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗാലറി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടില്ലേ ആ സാധനങ്ങളെല്ലാം, ഇമേജസിനെല്ലാം നമ്മൾ അപ്ലോഡ് ആക്കി എടുക്കുകയാണ്. അതായത് പിൻട്രസ്റ്റിൽ നിന്നുള്ളത് നമ്മൾ അപ്ലോഡ് ആക്കി ഗാലറി ഇട്ടിടണം. ഗാലറിയിൽ നിന്ന് നമ്മൾ ക്യാൻവയിലോട്ട് അപ്ലോഡ് ആക്കി എടുക്കും. എന്നിട്ട് ആ ഇതിനെയൊക്കെ നമ്മൾ ഓരോ സാധനം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏതൊക്കെ ഭാഗമാണ് മാറ്റേണ്ടുന്നത് റീപ്ലേസ് എന്നുള്ള സാധനം മാറ്റുവാണെങ്കിൽ റീപ്ലേസ് ആക്കി കിട്ടുമേ. അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ആ ഇമേജ് മാറ്റി എൻ്റെ ഒരു ഇമേജ് ആക്കി. ഈ സൈഡിലെത്തി ഇത് മാറ്റണം എന്ന് വെച്ചോ, ഞാൻ സൈഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്വയർ പോലെ വരും. എന്നിട്ട് റീപ്ലേസ് നിൽക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള ഡൗൺലോഡ് ആക്കിയിട്ടുള്ള നമ്മുടെ അപ്ലോഡിനകത്തു നിന്നുള്ള ഇമേജസ് നമുക്ക് ഇഷ്ടമുള്ളത് അതിനകത്തോട്ട് മാറ്റിക്കാം. പിന്നെ എഡിറ്റിങ്ങും മാറ്റിയും ഡെയിലി വ്ളോഗെല്ലാം നമുക്ക് ഞാനിപ്പം ആവശ്യമുള്ള എൻ്റെ സാധനം എനിക്കാണ് ആവശ്യമുള്ളത്, ക്യൂട്ട് DIY എന്നോ അല്ലെങ്കിൽ ഡെസ്ക് ഡെക്കോർ എന്താണെന്ന് വെച്ചെന്ന് വെച്ചാൽ അതും നമുക്ക് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കളറ് മാറ്റാം, അതിൻ്റെ പിക്ചർ ഇമേജ് മാറ്റാം, അതിൻ്റെ ഫോണ്ടും സ്റ്റൈല് എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതിനെ പെട്ടെന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം തമ്പനയിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. വലുതും ചെറുതും ഒക്കെ ആക്കാൻ പറ്റും. ഇപ്പോൾ കളർ വേണം, വൈറ്റ് വേണം മാറ്റാം. ഇഷ്ടമുള്ള നമ്മൾ അപ്ലോഡ് ചെയ്ത് ഓൾറെഡി ഗാലറിയിൽ നിന്ന് എടുത്ത പിക്ചേഴ്സ് ക്യാൻവയൊക്കെ ആയിട്ട് കാണും അപ്ലോഡ് എന്നുള്ളതിനകത്ത്. അതിൽ നിന്നാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് മാറ്റി ഇതും മാറ്റി. എന്നെപ്പോലെ ചിലപ്പം ലേസി ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലാതെ എഡിറ്റിംഗ് അറിയാവുന്നവർ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് പറ്റും. ഇപ്പം ഞാൻ ഫേസ് ഷോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഇമേജസ് കുഴപ്പമില്ല, സൂട്ടബിൾ ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് സ്വന്തം ഇമേജസ് വേണമെങ്കിലും ഇവിടെ നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് റീപ്ലേസ് എന്നുള്ള ബട്ടൺ വരും. റീപ്ലേസിനകത്ത് നമ്മുടെ അപ്ലോഡിനകത്തുനിന്ന് ഏത് വേണമെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഇത് കാണിക്കാൻ കാരണം ചിലർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഒട്ടും എന്നെപ്പോലെ അത്ര എഡിറ്റിംഗ് ഒന്നും വലിയ പരിചയമില്ലാത്തവർക്ക്, നമ്മുടെ പ്രൊഫഷൻ വേറെ ആയപ്പം ചിലപ്പോൾ എഡിറ്റിംഗ് അറിഞ്ഞില്ല നിൽക്കും. അപ്പം അങ്ങനെ എളുപ്പം ചിലപ്പം വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എഡിറ്റിംഗ് അറിയാവുന്നവർ നല്ല സൂപ്പറായിട്ട് തമ്പനയിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇതൊന്നും അവരൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞൊക്കെ അവർക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുപോലെ 2-3 നമുക്ക് ചെയ്താൽ ഈ ഇമേജസ് ഞാൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഇമേജസ് മാറ്റിയിട്ട് ഏറ്റവും സാധനം ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ്സിൻ്റെ കൂടെ അതിനകത്തുകൊണ്ട് പെയ്ഡ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു ഹാർട്ടിൻ്റെ എലമെൻറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഞാൻ ഹാർട്ടെന്ന് അടിക്കുമ്പോൾ കുറേ ഹാർട്ട് വരും. പക്ഷേ അതിനകത്ത് ക്രൗൺ ചിഹ്നം, അതായത് പെയ്ഡ് വേർഷൻ എടുക്കാതെ പെയ്ഡ് ഇല്ലാത്ത സാധനങ്ങൾ കുറേ കാണാം. അപ്പോൾ ഇതിനകത്ത് കുറേ ഇടത്തിനകത്ത് ക്രൗൺ ഉള്ളത് കാണും, ക്രൗൺ ഇല്ലാത്ത കാണും. അപ്പോൾ ക്രൗൺ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റേ സാധനത്തിന് ക്രൗൺ ഇല്ല. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇനി പ്ലേസ് ചെറുതാക്കോ വലുതാക്കോ എവിടെയാണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്തെടുത്ത് ഇടാൻ പറ്റും. അപ്പം നമ്മൾ വേറൊരാൾ എഡിറ്റ് ചെയ്ത് തമ്പനയിലായിരിക്കും, അത് കോപ്പറേറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ പെയ്ഡ് വേർഷൻ അല്ലാത്തതാണ് നമ്മൾ എടുത്ത് നമ്മുടേതായ രീതി എഡിറ്റ് ചെയ്യുക. പിന്നെ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് സ്റ്റൈൽ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫോണ്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ കളർ മാറ്റണം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാറ്റി എടുത്ത ശേഷം പിന്നെ നമ്മളത് ഡൗൺലോഡ് എന്നുള്ള മുകളിൽ ഒരു ആരോ ടൈപ്പ് സാധനത്തിൽ നിൽക്കുക. അതിനൊക്കെ പറ്റും. ടെക്സ്റ്റ് തന്നെ ഉണ്ടല്ലേ, ടെക്സ്റ്റ് നമുക്ക് ഇനിയും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നെങ്കിൽ ടെക്സ്റ്റിനകത്ത് വേറെ ബോക്സ് വെച്ച് ഇതിനകത്ത് ടെക്സ്റ്റും ചെയ്യാൻ പറ്റും കേട്ടോ. മലയാളവും ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് വേണമെങ്കിൽ മലയാളം വെച്ചടിക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ഇതൊക്കെ, പിന്നെ കർവ് സ്റ്റൈൽ എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ ഇതിന് ഞാൻ ഇനിയും ഡൗൺലോഡ് ആക്കുകയാണെങ്കിൽ മുകളിലത്തെ ആ സാധനത്തിനകത്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആക്കി എടുക്കുകയും ചെയ്ത് ഇതിന് നമ്മുടെ കസ്റ്റമൈസ്ഡ് തമ്പനയിൽ നിന്നുള്ള നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ നമ്മളിപ്പോൾ ക്യൂട്ടായിട്ട് വേർഷൻ കാണിച്ചില്ലേ, ഇനി നമുക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള പിക്ചർ ആണെങ്കിൽ അത് മാറ്റാൻ പറ്റും. ഇനി നമ്മൾ യൂട്യൂബ് തംബ്നെയിൽ അടിക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് കാണും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ ഒരു പിക്ചർ 2 പിക്ചറിലെ പറ്റും, 4 പിക്ചർ വെച്ച് മാറ്റാൻ പറ്റും, 3 പിക്ചർ മാറ്റാൻ പറ്റും. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് യൂട്യൂബ് ക്യൂട്ട്. അപ്പം അതിനകത്ത് ക്യൂട്ടായിട്ടുള്ളതാണ് എസ്തെറ്റിക്കാണ്, അത് ഓൾറെഡി ആൾക്കാർ ഫീഡ് വെച്ചിരിക്കുന്ന അവരുണ്ടാക്കിയതിനെ നമ്മൾ നമ്മുടെ പിക്ചർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പം ഈസി അല്ലേ, നമുക്ക് അത്ര വലിയ പ്രശ്നം. ഇപ്പോൾ 3 4 ക്രൗൺ ചിഹ്നം ഇല്ലാത്ത എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പേസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് 2 ഇതേ ഉള്ളൂ. ഇത് മാത്രം എനിക്കാണ് വെളിയിലത്തെ വൈറ്റ് അതുപോലെ തന്നെ ഇരുന്നിട്ട് ജസ്റ്റ് റൗണ്ട് മാത്രം മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആ റൗണ്ട് ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കണം ഇമേജ്, അതിൽ നിന്നൊരു ഇമേജ് വെച്ചു, അതിട്ടു. പിന്നെ എനിക്ക് എഡിറ്റിംഗ് ഡെയിലി വ്ളോഗ് മാത്രമാണെങ്കിൽ ഡെയിലി വ്ളോഗ് വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഓരോ സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സാധനത്തിന് ഇതെല്ലാം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മാറ്റുകയോ എഡിറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ഡിലേറ്റ് ആക്കുകയോ, ഇപ്പോൾ വേണ്ട വലുതോ ചെറുതോ എന്തെങ്കിലും മാറ്റണം, അല്ല എനിക്ക് ഇത് ഡിലേറ്റ് ആക്കണം, എന്ത് സാധനം വേണമെങ്കിലും മാറ്റാം. ഡെയിലി വ്ളോഗ് എന്നുള്ള ആ ഇമേജസ് ആ എഡിറ്റ് ചെയ്യുന്ന സാധനം നമുക്ക് മാറ്റി വേറെ ഇതാക്കാൻ പറ്റും, അതിൻ്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എല്ലാവർക്കും, എന്നാലും എനിക്കറിയാവുന്ന രീതിയൊന്നും നിങ്ങളെക്കൊണ്ട് കാണിച്ചേക്കാമെന്ന് വെച്ചേക്കാം. ഞാനാണെങ്കിൽ അവസാന നിമിഷത്തിലായിരിക്കും തമ്പനയിലെ കാര്യം ഉറപ്പ് വരുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ ബിസിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, പക്ഷേ നമുക്ക് ആരെങ്കിലും എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നവർ അല്ലെങ്കിൽ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താ സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അല്ലാത്തവർക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഞാൻ അതിൻ്റെ കളറൊക്കെ മാറ്റി, എനിക്ക് ഇതുപോലെ തന്നെ ആണെങ്കിൽ ഇതുപോലെ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. നിങ്ങൾ സ്വന്തം ഇമേജ് വേണമെങ്കിൽ ആ ക്യൂട്ട് ഇമേജിന് പകരം സ്വന്തം ഇമേജ് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഡൗൺലോഡ് ആക്കി കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യൂട്ടോ എസ്തെറ്റിക്കോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് കിട്ടും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതിനകത്ത് ഇനിയിപ്പോൾ ഞാൻ ചിലതിനകത്ത് 4 ഇമേജ് കയറ്റാൻ പറ്റുന്ന ഇതുകൊണ്ട് തമ്പനയിലുണ്ട്. ചിലപ്പോൾ നോക്കണം, താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, അങ്ങനെ പല പലതുണ്ട്. അതിനകത്ത് കണ്ടില്ല 4 ഇമേജ് ഉണ്ട്. ഈ 4 ഇമേജും വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടമുള്ള ഗാലറിക്കകത്ത് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ആക്കിയിരിക്കും. നമ്മൾ ഈ ക്യാൻവയിലോട്ട് ഇമേജ് അപ്ലോഡ് എന്നുള്ള സാധനത്ത് ഞെക്കിയ ശേഷം, അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നതിനകത്തു നിന്നാണ് നമ്മൾ മാറ്റി. ഇപ്പം ഞാൻ ഒരെണ്ണം മാറ്റുവാണ്. എനിക്കിപ്പോൾ ഓൾറെഡി ഞാൻ അപ്ലോഡിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുവാണ്. അപ്പോൾ ഒരു ഇമേജ് എടുത്തു. ഇനി രണ്ടാമത്തെ ഇമേജ്, ഇതിനെ നമുക്ക് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യും കേട്ടോ. ഇനി അടുത്തൊരു ഇമേജ് എടുക്കണമെന്ന് വെച്ചോ, അടുത്ത ഇമേജ് ഞാൻ ക്ലിക്ക് ചെയ്ത് ഇത് ഇട്ടു. ഇനി 2 ഇമേജും, അത് വേറെ 6 ഇമേജ് ഇല്ലേ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 ആക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഇട്ടു. പിന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ വണ്ണം കുറയ്ക്കുകയോ ഡിലേറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കണ്ട് ഇത് ഫ്ലവർ ചെറുതാണെങ്കിൽ നമുക്ക് ഇച്ചിരി മുകളോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണമെങ്കിൽ മുകളോട്ടാക്കാൻ പറ്റും. അല്ല ഏതെങ്കിലും ഒരെണ്ണം വേണ്ടെന്ന് വെക്കണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അപ്പോൾ ഞാൻ ഇത്ര ആക്കി. ഇനി നമുക്ക് ഇതിൻ്റെ കളർ മാറ്റണം, അല്ലെങ്കിൽ ചെറുതാക്കണം വലുതാക്കണം, എന്ത് സാധനങ്ങളും നിങ്ങൾ അതിനനുസരിച്ച് നമ്മുടെ കസ്റ്റമൈസ്ഡ് സാധനങ്ങൾ ചെയ്യാൻ തരത്തിൽ അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പറയുന്നതിനിടെ ഷോർട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. ഗിവേയുടെ കാര്യം മറക്കല്ലേ. അപ്പോൾ ഇന്ന് വിഷു ആയിട്ട് ഒരാൾക്ക് ഞാൻ അന്ന് ബ്രഷ് പെൻ മേടിച്ചില്ല, അത് ഒരാൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അയാളുടെ പേര് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടേക്കും, നിങ്ങൾ അത് കണ്ടുപിടിച്ചോണം കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം ഇത് ഏപ്രിൽ മന്തിലെ ഗിവ് അവേ അല്ല കേട്ടോ. ഏപ്രിൽ മന്തിലെ ഗിവ് അവേ ലാസ്റ്റ് ഉണ്ട്, അത് ഓൾറെഡി ഗിഫ്റ്റ് കാണിച്ചതല്ലേ. അതല്ലാതെ തന്നെ വിഷു ആയിട്ട് ആർക്കെങ്കിലും ഒരു കൈനീട്ടം വരെ ഒരു ബ്രഷ് പെൻ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ബ്രഷ് പെന്നോ ഒരു കീ ചെയിനോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ കൊടുത്തേക്കാം. മറ്റേത് ഞാൻ പാക്ക് ചെയ്ത് ഓൾറെഡി വിട്ടു, പക്ഷേ ചിലപ്പോൾ സമയം എടുക്കും, കാരണം പബ്ലിക് ഹോളിഡേയുടെ സമയം ആയതുകൊണ്ട് ചിലപ്പോൾ സമയം എടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണമേ. അപ്പോൾ ഈ വിഷുവിന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് അത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കും. കിട്ടാത്തവരാരും വിഷമിക്കില്ല, എനിക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നാണ്. നിങ്ങളെല്ലാം എൻ്റെ ക്യൂട്ടീസ് അല്ലേ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതും ഞാൻ ഓരോ മന്തിനും പുതിയ ആൾക്കാർക്ക് കൊടുക്കണം. അപ്പം നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3-4 പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം മറക്കല്ലേ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പം എന്തിനാ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് തമ്മിൽ എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ അത് ആ ഗ്രൂപ്പിലുള്ളവർ കാണുകയൊക്കെ ചെയ്യത്തില്ല. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നിങ്ങളെല്ലാം എൻ്റെ ഫാമിലിയിലാണ്. ഞാൻ ചെയ്യുന്ന ഓരോ ക്രാഫ്റ്റും എനിക്ക് ഇൻസ്പിറേഷൻ തരുന്നത് നിങ്ങൾ തന്നെ. നിങ്ങൾ പോസിറ്റീവ് കമൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. റിയലി ഞാൻ പറയാം, ഞാൻ വലിയ ക്രാഫ്റ്ററൊന്നും അല്ല, അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു വലിയ ക്രാഫ്റ്റ് ചാനൽ, എനിക്ക് എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്ത് എനിക്ക് നല്ല ഇൻകമൊക്കെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഇതിലും കൂടുതൽ ഗിവ് അവേ ചെയ്യണമെന്നുണ്ട്. അപ്പം മറക്കല്ല് ഗിവ് അവയുടെ കാര്യം. ഓക്കെ, ബൈ.